നമസ്തേ ബച്ചോ. ഠാക്കൂർ കാ കുവാം എന്ന ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഠാക്കൂർ കെ കുएं पर कौन चढ़ने देगा, गंगी क्यों इस प्रकार सोचती है. ഠാക്കൂർ കെ കുएं पर कौन चढ़ने देगा, ഠാക്കൂറിൻ്റെ കിണറിൽ കയറാൻ, അതായത് കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ ആര് അനുവദിക്കും. ഗംഗി ക്യോം ഇസ് പ്രകാർ സോച്തി ഹെ, ഗംഗി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. യഹാം ജാതി പാന്തിക്ക് സമസ്യാക്കി ഓർ സങ്കേത് കിയാ ഹെ, ഇവിടെ ജാതി വ്യവസ്ഥ എന്ന പ്രശ്നത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഠാക്കൂർ ഊഞ്ചി ജാതി കാ ഹെ, ഠാക്കൂർ ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ്. ഗംഗി നീച്ച്, ഗംഗി താഴ്ന്ന ജാതിയിലും. നീച്ച് ജാതി കെ ലോഗോं को कुएं से पानी लेने का अधिकार नहीं था, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അധികാരമില്ലായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ടാണ് ഗംഗി ഇസ് പ്രകാർ സോച്തി ഹെ, ഇപ്രകാരം ചിന്തിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഖരാബ് പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി, ചീത്ത വെള്ളം കുടിച്ചാൽ അസുഖം വർദ്ധിക്കും. പാനി കെ ഖരാബ് ഹോനെക്ക് ക്യാ ക്യാ കാരൺ ഹോ സക്തേ ഹെ, വെള്ളം ചീത്തയാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. പാനി മേം യദി കോയി ജാൻവർ യാ പ്രാണി ഗിർക്കർ മർ ഗയേത്തോ പാനി ഖരാബ് ഹോത്താ ഹെ, ഒരു പക്ഷേ വെള്ളത്തിൽ ഏതെങ്കിലും മൃഗങ്ങളോ പ്രാണികളോ വീണ് ചത്താൽ വെള്ളം ചീത്തയാകും. ബഹുത് സാരെ പത്തേയ അനാവശ്യക് ചീസേം അർത്ഥാത് കൂടെ കച്ചരെ ഡാൽനെ സെ പാനി ഖരാബ് ഹോ ജാത്താ ഹെ, അനാവശ്യ വസ്തുക്കളായ ചപ്പ് ചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഇട്ടാലും വെള്ളം ചീത്തയാകും. കുയേമേ കീച്ചഡ് ജ്യാദ ഹോനെ സെ ഭി പാനി ഖരാബ് ഹോനെ കി സംഭാവന ഹെ, കിണറിൽ ചെളി അധികമായാലും വെള്ളം ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, മൈദാനി ബഹാദുരി കാ തോ അബ് ന ജമാന രഹാ ഹെ ന മൗക്ക, ഇസ്കാ ക്യാ മത്ലബ് ഹെ, കൈക്കരുത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി അവസരവുമില്ല, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്. പഹലെ ഉच्च जाति के लोग शारीरिक शक्ति के बल पर कार्य सिद्ध करते थे, പണ്ട് ഉയർന്ന ജാതിക്കാരായ ആളുകൾ കൈക്കരുത്തിൻ്റെ ബലത്തിലാണ് കാര്യങ്ങൾ സാധിച്ചിരുന്നത്. ലേക്കിൻ വഹ് ജമാന ബീത് ഗയ, പക്ഷേ ആ കാലം കഴിഞ്ഞു. അബ് വേ കാനൂൻ കെ ബൽ പർ, ഇന്ന് അവർ നിയമത്തിൻ്റെ ബലത്തിൽ ഉന്നത് അഫ്സരോങ്കു റിഷ്വത് ദേക്കർ, ഉയർന്ന ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുത്ത് കാനൂൻ കോ അപ്പനെ അനുകൂൽ ബനാ ദേത്തേ ഹെ, നിയമത്തെ അവർക്ക് അനുകൂലമാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലിയെ ഏസാ കഹാ ഗയാ ഹെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗംഗി ദബേ പാവ് കുയേക്കി ജഗത് പർ ചഢി, ഗംഗി അമർത്തിയ കാലടികളോടെ, അതായത് ഒച്ചയുണ്ടാക്കാതെ കിണറിൻ്റെ പടവിലേക്ക് കയറി. വിജയ് കാ ഏസാ അനുഭവ് ഉസേ പഹലെ ന ഹുവാ ഥ, വിജയത്തിൻ്റെ ഇത്തരമൊരു അനുഭവം അവൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഗംഗി കോ ഏസാ അനുഭവ് ക്യോം ഹുവാ ഹോഗ, ഗംഗിക്ക് അങ്ങനെയൊരു അനുഭവം എന്തുകൊണ്ടായിരിക്കും ഉണ്ടായത്. ഉത്തരം, ഗംഗി നീച്ച് ജാതിക്ക് സ്ത്രീ ഹെ, ഗംഗി താഴ്ന്ന വർഗത്തിലെ സ്ത്രീയാണ്. ഉസ്കാ മൻ സാമാജിക് രീതി റിവാസോं के വിരുദ്ധ സംഘർഷ് കർണ ചാഹത്താ ഹെ, അവളുടെ മനസ്സ് സാമൂഹികമായ ആചാര രീതികൾക്ക് എതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധ പാനി കേലിയെ, ശുദ്ധജലത്തിനു വേണ്ടി. അബു വഹ് സാരി ബാധാओं को तोड़कर പാനി ഭർനെ ജാ രഹി ഹെ, ഇപ്പോൾ അവൾ എല്ലാ തടസ്സങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് പാനി ഭർനെ ജാ രഹി ഹെ, വെള്ളം നിറയ്ക്കാൻ പോകുന്നു. യഹ് ഉच्च വർഗ് കെ ഊപ്പർ, ഇത് ഉയർന്ന ജാതിക്കാരുടെ മേൽ. ഉസ്കാ വിജയ് ഹെ, അവളുടെ വിജയമാണ്. ഇസി ആത്മവിശ്വാസ് കെ കാരൺ, ഈ ഒരു ആത്മവിശ്വാസം കാരണം. ഉസേ ഏസാ അനുഭവ് ഹുവാ ഹോഗ, അവൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷേർ കെ മുഹ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ, സിംഹത്തിൻ്റെ വായ ഇതിനേക്കാൾ ഭയാനകമായിരിക്കില്ല. യഹാൻ ഠാക്കൂർ കെ ദർവാസെ കി തുലന ഷേർ കെ മുഹ് സെ ക്യോം കി ഗയി ഹെ, ഇവിടെ ഠാക്കൂറിൻ്റെ വാതിലിനെ സിംഹത്തിൻ്റെ വായയോട് തുലനം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട്. ഷേർ കെ മുഹ് കെ സാമനെ പട് ഗയേത്തോ ബച്ന അസംഭവ് ഹെ, സിംഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ ബച്ന അസംഭവ് ഹെ, രക്ഷപ്പെടുക എന്നത് അസംഭവ്യമാണ്. ഉസി പ്രകാർ, അതേപോലെ തന്നെ ഠാക്കൂർ കാ ഘർ ഭി ഗംഗി ജൈസെ നീച്ച് ജാതി കെ ലോഗോं के लिए ധരാവന ജഗഹ് ഹെ, അതേപോലെ തന്നെ ഠാക്കൂറിൻ്റെ വീട് ഗംഗിയെ പോലുള്ള താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. വേ കിസി ഭർ ഭി ദയാ നഹിം കർത്തേ ഹെ, അവർ ആരോടും ദയ കാണിക്കുകയില്ല. ഇസ്ലിയെ, ഇതുകൊണ്ടാണ് ഏസി തുലന കി ഗയി ഹെ, ഇങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പ്രസംഗ് ദേഖേം, ഈ സന്ദർഭങ്ങൾ നോക്കാം.
ഗംഗി ക്യാ ജവാബ് ദേത്തി, ഗംഗി എന്ത് മറുപടി പറയും? കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ, കാരണം അവൾ ആ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തില്ല. ഉസ്നെ ഘട ഔർ രസി ഉഠാലി और छुपकर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी है, അവൾ കുടവും കയറും എടുത്ത് കുനിഞ്ഞു നടന്ന് ഒരു മരത്തിന്റെ ഇരുണ്ട മറവിൽ പോയി നിന്നു. ठाकुर कौन कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. ഠാക്കൂർ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് കിണറിനടുത്തേക്ക് വന്നപ്പോൾ ഗംഗി കിണറിന്റെ പടവിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഇൻ വ്യവഹാരോം സെ, ഈ പെരുമാറ്റത്തിൽ നിന്ന് ഗംഗിക്ക് കോൻ കോൻ സെ മനോഭാവ് പ്രകട് ഹോത്തേ ഹെ, ഗംഗിയുടെ ഏതെല്ലാം മനോഭാവങ്ങളാണ് പ്രകടമാകുന്നത്? ഗംഗി നിമ്ന ജാതി കി സ്ത്രീ ഹെ, ഗംഗി താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പനെ പതി സെ പ്യാർ കർണേ വാലി ഹെ, ഗംഗി തൻ്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നു. പതി കാ ആദർ കർണേ വാലി വഹ് ബീമാർ പതി കി ഹാലത്ത് ഓർ ബിഗാഡ്ന നെഹിം ചാഹത്തി, ഭർത്താവിനെ വളരെയധികം ആദരിക്കുന്ന, അതായത് ബഹുമാനിക്കുന്ന ഗംഗി തൻ്റെ അസുഖക്കാരനായ ഭർത്താവിൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലിയെ, അതുകൊണ്ട് യാതനായ സഹകർ, പല യാതനകളും സഹിച്ച് രാത്രി സമയത്ത് ഠാക്കൂർക്കെ കുയൻസെ പാനി ലേനെ ജാത്തി ഹെ, ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കുവാൻ വേണ്ടി പോകുന്നു. ജാതി പ്രദാക്കി ബുരി ഹാലത്ത് സെ വിവശ് ഹോക്കർ ഉസെ ദേർ തക് ചുപ് ഔർ ചിപ് രഹന പഡ്താ ഹെ, ജാതി വ്യവസ്ഥയുടെ മോശമായ അവസ്ഥയിൽ നിസ്സഹായായ അവൾ അവിടെ കുറെ സമയം നിശബ്ദയായി ഒളിച്ചു നിൽക്കുന്നു. ബഹുത് സാരെ കഷ്ട് സഹനെ കെ ബാദ് ഭി അന്തുമേൻ ഠാക്കൂർ കെ ആഗമൻ സെ പാനി ലേനെ സെ പരാജിത് ഹോത്തി ഹെ, വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചതിന് ശേഷം അവസാനം ഠാക്കൂർ വന്നതുകൊണ്ട് വെള്ളം എടുക്കുന്നതിൽ നിന്ന് അവൾ പരാജയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗംഗി കെ എ വിചാർ പഠേം, ഗംഗിയുടെ ഈ വിചാരങ്ങളെ വായിക്കാം. ഠാക്കൂർ കെ കുയേം പർ കോൻ ചട്നെ ദേഗ, ഠാക്കൂറിൻ്റെ കിണറിൻ്റെ തറയിൽ കയറാൻ ആര് അനുവദിക്കും? ദൂർ സെ ലോഗ് ഠാണ്ട് ബത്തായെങ്കെ, ദൂരെ കാണുമ്പോഴേ ആളുകൾ വഴക്കു പറയും. ഹം ക്യോം നീച്ച് ഹെ ഔർ യെ ലോഗ് ക്യോം ഊഞ്ചി ഹെ, ഞങ്ങൾ എങ്ങനെ താഴ്ന്നവരാകുന്നു. ഔർ യെ ലോഗ് ക്യോം ഊഞ്ചി ഹെ, ഈ ആളുകൾ എങ്ങനെ ഉയർന്നവരാകുന്നു. ഇസ്ലിയെ കി യെ ലോഗ് ഗലെ മേ താഗ് ഡാൽ ദേത്തെ ഹെ, ഇവരുടെ കഴുത്തിൽ ചരടുള്ളത് കൊണ്ടാണോ. യഹാൻ തോ ജിത്തനെ ഹെ ഏക് സെ ഏക് ഛണ്ടേ ഹെ, ഇവിടെ ഉള്ളവരെല്ലാം ഒന്നിനൊന്ന് നികൃഷ്ടരാണ്. ഇൻ വിചാരോമേ ഗംഗി കെ കോൻ കോൻ സെ ദൃഷ്ടികോൺ പ്രകട് ഹോത്തേ ഹെ, ഈ വിചാരങ്ങളിൽ നിന്ന് ഗംഗിയുടെ ഏതൊക്കെ കാഴ്ചപ്പാടുകളാണ് പ്രകടമാകുന്നത്? നീച്ച ജാതി കെ ലോഗോं की വിവശതാ പർ ഗംഗി ദുഃഖി ഹെ, താഴ്ന്ന ജാതിക്കാരായ ആളുകളുടെ നിസ്സഹായ അവസ്ഥയിൽ ഗംഗി വളരെയധികം ദുഃഖിതയാണ്. ഊഞ്ച ജാതി കെ ലോഗോं के बुरे व्यवहार एवं प्रवृत्ति से उसका मन गुस्से से भर जाता है, ഉയർന്ന ജാതിക്കാരായ ആളുകളുടെ മോശമായ പെരുമാറ്റവും പ്രവൃത്തിയും മൂലം ഗംഗിയുടെ മനസ്സിൽ അവരോടുള്ള വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. ജാതി പ്രഥാ ജൈസെ സാമാജിക് വ്യവസ്ഥ കോ സ്വീകാർ കർണേ കെ ലിയെ വഹ് കഭി തയ്യാർ നഹിം ഥി, ജാതി വ്യവസ്ഥ പോലുള്ള സാമൂഹികമായ അവസ്ഥകളെ ഒന്നും സ്വീകരിക്കാൻ ഒരിക്കലും ഗംഗി തയ്യാറല്ല. വഹ് ഇൻ സബ്കെ വിരുദ്ധ ആവാസ് ഉഡാന ചാഹത്തി, ഗംഗി ഇതിനെല്ലാം എതിരെ ശബ്ദമുയർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ലെസണിലെ കുറച്ച് വൺ വേർഡ്സ് കൂടി നമുക്ക് പഠിക്കാം. പ്രേംചന്ദ് കെ ബാരേ മേം ആപ് ക്യാ ജാൻതേ ഹെ, പ്രേംചന്ദിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? പ്രേംചന്ദ് ഹിന്ദി കെ കഥാ സമ്രാട്ട് മാനേ ജാത്തേ ഹെ, ഹിന്ദിയിലെ കഥാ സമ്രാട്ട് എന്നറിയപ്പെടുന്നതാണ് പ്രേംചന്ദ്. ഉൻകി അധികാംശി രചനായെ സാമാജിക് ഹെ, അദ്ദേഹത്തിൻ്റെ അധികവും രചനകൾ സാമൂഹികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഠാക്കൂർ കാ കുവാം നാമക് കഹാനിക്ക് പ്രമുഖ് പാത്ര കോൻ കോൻ ഹെ, ഠാക്കൂർ കാ കുവാം എന്ന കഥയിലെ പ്രമുഖ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജോഖു അവർ ഗംഗി, ജോഖുവും ഗംഗിയും ദോനോ പതി പത്നി, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഗാവ് കെ ദോ കുയേം കിൻകെ ഹെ, ഗ്രാമത്തിലെ 2 കിണറുകൾ ആരുടെയാണ്? ഗാവ് മേ ദോ കുയേ ഹെ, ഗ്രാമത്തിൽ 2 കിണറുകളാണുള്ളത്. ഏക് ഠാക്കൂർ ക, ഒന്ന് ഠാക്കൂറിൻ്റെതും ഓർ ദൂസര സാഹു ക, രണ്ടാമത്തേത് സാഹുവിൻ്റെയും. ഗാവ് കെ കുവോം സെ ഗംഗി പാനി നെഹിം ലേ സക്തി ഹെ ക്യോം, ഗ്രാമത്തിലെ കിണറിൽ നിന്ന് ഗംഗി വെള്ളം എടുക്കില്ലായിരുന്നു. ക്യോം, എന്തുകൊണ്ട്? ഗാവ് കെ അന്യ ദോ കുയേം ഊഞ്ചി ജാതി കെ ലോഗോं കെ ഹെ, ഗ്രാമത്തിലുള്ള മറ്റ് 2 കിണറുകൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടേതാണ്. നിമ്ന ജാതിക്ക് സ്ത്രീ ഹോനെ കെ കാരൻ, താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീ ആയതുകൊണ്ട് ഗംഗി വഹാംസെ, ഗംഗി അവിടെ നിന്ന് പാനി നെഹിം ലേ സക്തി ഹെ, വെള്ളം എടുക്കാറില്ലായിരുന്നു.
ഗംഗി രാത് കോ പാനി ലേനെ കെ ലിയെ നിക്കൽ പടി. ഗംഗി രാത്രിയിൽ വെള്ളമെടുക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കഹാം സെ പാനി ലേനെ കെ ലിയെ, എവിടെ നിന്ന് വെള്ളമെടുക്കുവാൻ വേണ്ടി. ഠാക്കൂർ കെ കുയേൻ സെ, ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന്. ഗംഗിനെ ഖഡ ഔർ രസി ഹാത്ത് മേ ഉഠാക്കർ ക്യാ കിയ. ഗംഗി കുടവും കയറും കയ്യിലെടുത്തിട്ട് എന്താണ് ചെയ്തത്. വഹ് ചുക്കുകർ ചൽത്തി ഹുയി, അവൾ കുനിഞ്ഞു നടന്നുകൊണ്ട്. ഏക് വൃക്ഷിക്കെ അന്തേരെ സായമേൻ ജാ ഖടി ഹുയി, ഒരു മരത്തിൻ്റെ ഇരുളിൽ പോയി നിന്നു. മഹങ്കൂക്കോ ക്യാ ഹുവാദ, മഹങ്കുവിന് എന്താണ് സംഭവിച്ചത്. മഹങ്കൂക്കോ ഠാക്കൂറിനെ ഇത്തന മാരാധാക്കി, മഹങ്കുവിനെ ഠാക്കൂർ ഒരുപാട് മർദ്ദിച്ചത് കാരണം. വഹ് മഹീനോ ലഹു ദൂഖ്ന രഹ, മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു. ഠാക്കൂറിനെ ബേച്ചാരെ മഹങ്കൂക്കോ ക്യോ മാര, ഠാക്കൂർ ഈ മഹങ്കുവിനെ എന്തുകൊണ്ടാണ് മർദ്ദിച്ചത്. ഇസ്കാ കാരൺ യഹ് ഹേ കി, കാരണം ഇതാണ്. മഹങ്കുവിനെ ബേഗാർ ന ധീധി, മഹങ്കു കൂലിയില്ലാതെ ജോലി ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് ഠാക്കൂർ മഹങ്കുവിനെ മർദ്ദിച്ചത്. പർ യെ ലോക ഊഞ്ചെ ബൻതേ ഹെ, ഇതുകൊണ്ടാണ് ഈ ആളുകൾ വലിയവരായി തീരുന്നത്. ഇസുസെ ക്യാ മത്ലബ് ഹെ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഇസ്കാ മത്ലബ് യഹ് ഹേ കി, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീച് കർമ്മ കർണേ വാലെ കഭി ഊഞ്ച നഹിം ബൻ ജായേഗ, താഴ്ന്ന ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും വലിയവരായി തീരാൻ കഴിയുകയില്ല.